ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് IIT മദ്രാസിലെ ജൂനിയർ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അലുമിനി ഒക്കെ ആയിട്ടുള്ള സഫ്വാൻ. അപ്പോൾ സഫ്വാനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. സഫ്വാൻ നമ്മുടെ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതാണ്. സോ സഫ്വാൻ, ഏത് ഇയറിലാണ് യൂണിവേഴ്സിൽ പഠിച്ചിരുന്നത്? ഞാൻ 2009 മുതൽ 12 വരെ. 9 മുതൽ 12 വരെ. 12ലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയത്, IIT മദ്രാസിൽ കയറിയത്. ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു? എഞ്ചിനീയറിംഗ് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ്. അന്ന് അത്ര വലിയ പോപ്പുലർ അല്ലല്ലോ ഡിപ്പാർട്ട്മെന്റ് ആണോ? കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെതായ കുറച്ച് പ്രോസ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു 6 month ലെങ്തി ഇന്റേൺഷിപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ അവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിസൈൻ ആണ്. അപ്പോൾ സ്റ്റാർട്ടപ്പിനൊക്കെ കുറച്ച് കൂടുതൽ യോജിച്ചൊരു ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗ് ഡിസൈൻ എടുത്തത്? കുറച്ചൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിരുന്നു. നമ്മുടെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടെ യൂണിവേഴ്സിൽ നിന്ന് പോയ. എഞ്ചിനീയറിംഗ് ഡിസൈൻ അല്ല, അജ്മൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ എഞ്ചിനീയറിംഗ് ഡിസൈൻ അതിനേക്കാളും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടെ ഡിമാൻഡിംഗ് ആയി മാറിയിട്ടുണ്ട്. അതെ, അത് അറിഞ്ഞിരുന്നാ? നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ യൂണിവേഴ്സിലെ ഇപ്പോൾ സെക്കൻഡ് ഇയറിലുള്ള 2 പേര്, അവന്തികും റഫാദും എഞ്ചിനീയറിംഗ് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഇയർ ഇപ്പോൾ കഴിഞ്ഞു ജസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഡിസൈൻ കോഴ്സൊക്കെ ഉഷാറായി കഴിഞ്ഞു. അത് ഡ്യുവൽ ഡിഗ്രി 5 വർഷം. എന്നിട്ട് അതിന് ശേഷം ഞാൻ അമെക്സിലാണ് ജോയിൻ ചെയ്തത്. അമേരിക്കൻ എക്സ്പ്രസ് ഫിനാൻസ് ആണോ അത്? അതെ, അനലിറ്റിക്കൽ. അപ്പോൾ കൂടുതലും കമ്പ്യൂട്ടർ സയൻസ് / ഡേറ്റാ സയൻസ് എന്നുള്ള ഒരു പ്രൊഫൈലായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിസൈൻ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് ടൈപ്പ് കോഴ്സിനൊക്കെ പോകാൻ പറ്റുമോ? അതെ, കൂടുതലും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ഡിസൈൻ ആണ് ഫോക്കസ് ഉള്ളത്. അപ്പൊ അതിന് ആ പ്രൊഡക്റ്റ് ഡിസൈന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിപ്പിച്ചു തരുന്നത് നമുക്ക്. അപ്പൊ അതിൽ കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്റ്റുഡൻസ് അവർക്ക് വേണ്ട ഒരു ഫീൽഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഈ മൂന്നിന്റെയും കൂടെ ഒരു മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ. അപ്പൊ ഇത് ഏത് മേഖലയിൽ താല്പര്യമുള്ളവർക്കും പോകാവുന്ന ഒരു സാധനമായിട്ട് പറയാം. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പോ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് co-founder ആണ്, CTO ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ IIT-യിലുള്ള എഡ്യൂക്കേഷൻ തീർച്ചയായും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ഡിസൈൻ ഫോക്കസ്ഡ് ആയതുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക്. പിന്നെ അതിനുശേഷം ഏകദേശം ഒരു മോർ ദാൻ 5 years വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അമെക്സിലായിരുന്നു കൂടുതൽ എക്സ്പീരിയൻസ്. പിന്നെ അതിനുശേഷം ഞാനൊരു സ്റ്റാർട്ടപ്പിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അമെക്സ് ഫുൾ ഡൽഹി. അതിനുശേഷം സ്റ്റാർട്ടപ്പും ഡൽഹിയിൽ തന്നെ. ഡൽഹിന്റെ ഒരു എക്സ്പോഷറും കിട്ടിയിട്ടുണ്ടാവല്ലോ. ഡൽഹി ഡിഫറെന്റ്, റൈറ്റ്? അതെ. ഓക്കെ, സോ ഇപ്പൊ സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത് IIT-യിൽ പോകുന്നതിനെ പറ്റി? ഇപ്പൊ സ്റ്റുഡൻസ് എന്തുകൊണ്ട് IIT-യിൽ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? എന്തുകൊണ്ട് IIT-യിൽ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആപ്റ്റിറ്റ്യൂഡും പൊട്ടൻഷ്യലിനും അനുസരിച്ചിട്ട് എങ്ങോട്ടാണോ അവർക്ക് അവരുടെ കരിയർ സ്റ്റിയർ ചെയ്യേണ്ടത് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. എന്നുവെച്ചാൽ ഡൈവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കൂടെയുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. കോമ്പറ്റീറ്റീവ് ആയിരിക്കും. നോട്ട് ജസ്റ്റ് കോമ്പറ്റീറ്റീവ്, കൊളാബറേറ്റീവും കൂടിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് പ്രൊജക്ട്സും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പം എന്റർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്സിന് വേണ്ട കോഫൗണ്ടേഴ്സിന് വരെ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. അതെ, ആക്ച്വലി കോഫൗണ്ടേഴ്സ് IITs ആണോ കൂടെ ഉള്ളത്? ഇല്ല, ഇപ്പോഴുള്ള കോഫൗണ്ടേഴ്സ് IITs അല്ല. ബട്ട് ആക്ച്വലി IIT തന്നെ ഒരു എന്റർപ്രണർഷിപ്പ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അതെ. അപ്പം ഞങ്ങൾ ഓൾറെഡി പ്ലേ സ്റ്റോറിലെ ഒരു ആപ്പ് റിലീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോഫൗണ്ടേഴ്സ് ഒക്കെ ഇൻസ്റ്റയിൽ തന്നെ ആയിരുന്നു. ആയിക്കോട്ടെ. എങ്ങനെയാണ് ആക്ച്വലി സഫ യൂണിവേഴ്സിൽ എത്തിയത്? 2009 അല്ലേ? അതെ, 2009 എത്തുന്നത്. അപ്പം ആക്ച്വലി എന്റെ റിലേറ്റീവ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എൻട്രൻസ് ഫോർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടു ചൂസ് എന്നുള്ളതിൽ യൂണിവേഴ്സിൽ അന്ന് തന്നെ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടുണ്ടാണ് ഇപ്പോൾ വേറെ റിലേറ്റീവിന്റെ അഡ്മിഷൻ ആയിട്ട് വന്നുള്ളത്? അല്ല, ഇത് പിന്നെ എന്റെ ഓൺ ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടായിരുന്നു. റിലേറ്റീവിന്റെ അഡ്മിഷൻ ആണെങ്കിൽ അപ്പോൾ അത് ഉറപ്പിച്ച് അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്? അതെ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഏതായാലും കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തന്ന സഫ്വാന് താങ്ക് യു.